പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എറണാകുളം ആലുവ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാറിയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വന്നുള്ളത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് കളമശ്ശേരി ഉണ്ട്, 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കും 4 കിലോമീറ്ററാണ് വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് പ്രകൃതി എന്ന് പറയുന്ന വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. കാറ്റ്, തണൽ, വൃക്ഷം, അരുവി എന്നിങ്ങനെയാണ് വില്ലയ്ക്ക് പേരിട്ടിട്ടുള്ളത്. 3.5 സെൻറ്റ് മുതൽ 3 സെൻറ്റ് വരെയായിട്ടാണ് വില്ലകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3.5 സെൻറ്റിൻ്റെ 2 വീടും 3 സെൻറ്റിൻ്റെ 2 വീടും അങ്ങനെ 4 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിനി ഫസ്റ്റ് വീടാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. 1470 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. അരുവി തന്നെ ആദ്യം കാണാം. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഗേറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഒന്ന് കൊടുത്തുള്ളത്, ഒന്നിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയ കൂടിയാണ്. വലിയൊരു കിണർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. ഇവിടെയായിട്ട് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പോർച്ച് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു PVC വുഡിൻ്റെ ടെക്സ്ചറുള്ള പാനലിംഗ് ആണ് അവിടെ വന്നുള്ളത്. ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ജാലകങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. കോബിൾ സ്റ്റോൺ ആണ് ഫുള്ള് പാകിയിട്ടുള്ളത്. അപ്പം ഈ ഭാഗം വരുന്നത് സൗത്ത് ഭാഗവും ഇത് ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ഇത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയയും കൂടി നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീട് വന്നുള്ളത്. സ്റ്റെപ്പിനകത്ത് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. വശങ്ങളിലെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഫോൾ സീലിംഗിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിനകത്തേക്ക് വരികയാണ്. 2 പീസ് നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. ലിവിങ് വിത്ത് ഡൈനിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ടാണ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ TV സ്പേസ് കൊടുത്തിരിക്കുകയാണ്. പവർ സ്വിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഇവിടെയായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഇനി വാഷ് ഏരിയ വരുന്നത് കയറി വരുന്നതിൽ നിന്നും മാറിയിട്ടാണ് ഇങ്ങനെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ മിക്സറാണ് വന്നുള്ളത്. സിറയുടെ വാഷ് ബേസും വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി സ്റ്റെയറിനടിയിലായിട്ടാണ് ഇൻവെർട്ടറിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിഴക്കോട്ട് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് കുക്കാനായി ചെയ്യാം. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയായിട്ട് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാപ്പ് പോയിന്റും പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമാണിത്. 11 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന് ബാത്റൂം വന്നുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഡയവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി മിററിനുള്ള പോയിന്റും ലൈറ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. ഇതിൻ്റെ കളർ പാറ്റേൺ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ടൈലിൽ തന്നെയാണ്. ഇവിടെയായിട്ട് ടീ കൂട്ടിൽ പൊതിഞ്ഞ ടപ്പണ്ട് ഗ്ലാസ് ആണ് ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നേരെ മേലേക്ക് കയറാം. ധാരാളം ലൈറ്റ് കടന്നു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ജാലകങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇങ്ങനെ എൽ ഷേപ്പിൽ നമുക്കിവിടെ കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഇവിടെ ഒരു TV വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു നല്ല വലിപ്പമുള്ള കബോർഡ് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് UPVCയിലാണ് ഇതിന് വിൻഡോസ് എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ധാരാളം ലൈറ്റ് കടന്നു വരുന്ന രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഡയവേറ്റർ വരുന്നത് മാത്രം ജാഗ്വാറിൻ്റെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇവിടെയും ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ബെഡ്റൂമിൽ ടി യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഹെഡ് പൊസിഷൻ നമുക്ക് ഈസ്റ്റിലേക്ക് വെക്കാവുന്ന രീതിയിൽ ഇവിടെ ആയിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ ഇതിൻ്റെ ജനൽ ഒരുക്കിയിരിക്കുകയാണ്. UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വന്നുള്ളത്. ഇവിടെയും വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. നല്ലൊരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ പെഡസ്റ്റൽ ടൈപ്പ് വന്നിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാനുള്ള സ്പേസും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന സ്റ്റെയർ നോക്കാം. നല്ല സ്ക്വയർ ട്യൂബിലും നല്ല സ്ട്രോങ് ആയിട്ടാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. അതായത് നല്ല വീതിയുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. പ്രകൃതി വില്ല പ്രോജക്റ്റിൻ്റെ അരുവി എന്ന് പേരിട്ടിരിക്കുന്ന വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. 3.5 സെൻറ്റ് ഭൂമിയിൽ 1470 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിൻ്റെ അകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതായത് കബോർഡുകളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് വീട് പ്ലെയിൻ ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് മാത്രമല്ല കളമശ്ശേരിയിലേക്കും ഈസി ആയിട്ട് പോകുന്നതാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്കും പോകുന്നതാണ്. അപ്പോൾ ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല പ്രോജക്റ്റുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.